ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉണ്ടെങ്കിലും ചില സ്റ്റോക്സ് ഒക്കെ അവർ 4-5 വർഷത്തെ മുന്നത്തെ റിട്ടേൺസിലേക്ക് ഇവിടെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഇത് സംഭവിക്കുന്നത് ഷെയർസ് ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോർമൽ വാല്യൂഷനിലേക്ക് തിരിച്ച് കറക്റ്റ് ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു ചോദ്യം ഇതാണ്, നമുക്കിപ്പോ ക്ലിയർലി കാണാൻ സാധിക്കാത്ത എന്തെങ്കിലും റിസ്ക് മാർക്കറ്റ് ഇവിടെ കാണുന്നുണ്ടോ? അപ്പൊ ഇവിടെ പ്രൈസ് കുറയുന്നത് നോർമൽ കറക്ഷൻ ആണോ, അല്ലെങ്കിൽ കമ്പനി ആക്ച്വലി സ്ട്രോങ് ആയതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ കറക്റ്റ് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങിയതാണോ? അപ്പം നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് KPIT ടെക്നോളജി ആണ്. ജൂലൈ 2024 ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് 58% ഡൗൺ ആയി. ഇപ്പൊ നിലവിൽ 4 വർഷത്തെ മുന്നത്തെ പ്രൈസ് ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. 2021 മുതൽ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ സെയിൽസ് 2.9 ഇരട്ടി വളർന്നു. അതേസമയത്ത് നമ്മൾ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 4 ഇരട്ടി ഇവിടെ വളർന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 15% 21% ഇംപ്രൂവ് ആയി. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 5.7 ഇരട്ടി കൂടി, അതിൽ പ്രോഫിറ്റ് മാർജിൻ 7% 14% ഇംപ്രൂവ് ആയി. ഇപ്പൊ വാല്യൂഷന്റെ ബേസിൽ സ്റ്റോക്ക് അറൌണ്ട് 28.5x PE അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് പല കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ ഇൻഡസ്ട്രി മീഡിയനേക്കാളും കൂടുതലാണ്. എന്നാൽ PE നമ്മളോട് നോക്കുകയാണെങ്കിൽ 0.66 ആണ്. അപ്പൊ ഇത് ഹൈ ഗ്രോത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ ബിസിനസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമോട്ടീവ് അതിൽ മൊബിലിറ്റി കമ്പനീസിന് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ നൽകുന്ന ഒരു ഗ്ലോബൽ ടെക്നോളജി കമ്പനിയാണിത്. അപ്പൊ കമ്പനിയുടെ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 മേജർ സെഗ്മെന്റിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വലിയ സെഗ്മെന്റ് ഫീച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ ആണ്. ഇത് റവന്യൂലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 61% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനുശേഷം വരുന്ന ക്ലൗഡ് ബേസ്ഡ് കണക്റ്റഡ് സർവീസസ് ആണ്. റവന്യൂലേക്ക് ഏകദേശം 22% ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ആർക്കിടെക്ചർ ആൻഡ് മിഡിൽ വെയർ കൺസൾട്ടിംഗ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂലേക്ക് ഏകദേശം 17% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ Q3 FY26 കമ്പനി $202 മില്യൺ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോൺട്രാക്ട്സ് മെയിൻ മാർക്കറ്റിൽ നിന്നാണ് വന്നത്. ലൈക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ യൂറോപ്പ്, US അതുപോലെ ചൈന. അപ്പൊ വെർട്ടിക്കൽ സ്പ്ലിറ്റ് നമ്മൾ നോക്കുമ്പോൾ പാസഞ്ചർ കാർസ് റവന്യൂലേക്ക് ഏകദേശം 80% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ബാക്കി പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ജോഗ്രഫിക്കൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ആണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ, അതിനുശേഷം US, പിന്നീട് ഏഷ്യ. അപ്പൊ നമ്മളിപ്പോ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കിയാൽ Q3 FY26 റവന്യൂ 9% ഇവിടെ വളർന്നു. ഇതിനുള്ള മെയിൻ റീസൺ യൂറോപ്പ് റീജിയൻ എന്നുള്ള ഗ്രോത്തും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഓഫ് ഹൈവേ സെഗ്മെന്റ് എന്നുള്ള ഡിമാൻഡ് ആണ്. അപ്പൊ കമ്പനി സൊല്യൂഷൻ ബേസ്ഡ് മോഡലിലേക്ക് ഇവിടെ മാറുന്നുണ്ട്. അപ്പൊ ഇത് കാരണം ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട്സിന്റെ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 59% 66% കൂടി. അതിൽ പെർ പേഴ്സൺ റവന്യൂ ഇവിടെ ഇംപ്രൂവ് ആയി. ഇവിടെ എക്സ്പെൻസസ് സെയിൽസിനേക്കാളും വേഗത്തിൽ ഇവിടെ വളർന്നു. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. സോ ഇവിടെ മാർജിൻ ഏകദേശം 200 ബേസിസ് പോയിന്റ് ആയിട്ട് ഇവിടെ കുറഞ്ഞു. പിന്നെ അതർ ഇൻകം കുറഞ്ഞതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് ഏകദേശം 29% ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 442 ബേസിസ് പോയിന്റ് കുറഞ്ഞു. ഈ ഒരു ഡിക്ലൈൻ ഓപ്പറേഷണൽ വീക്ക്നെസ് കാരണമായിരുന്നില്ല. പുതിയ ലേബർ കോഡ്സ് കാരണം 46.9 കോടിയുടെ വൺ ടൈം പോസ്റ്റ് ടാക്സ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം മാനേജ്മെന്റ് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളതെന്ന്. टाइम लॉस जो है वो वन टाइम वेज कोड का इम्पैक्ट हम निकालते हैं तो हमारा प्रॉफिट आफ्टर टैक्स होगा 180 करोड़ और वो पिछले क्वार्टर से कई गुना ज्यादा है। और प्रॉफिटेबिलिटी का अहम रेशो अब निकालेंगे वो वेज कोड का इम्पैक्ट निकाल के भी, तो 11.2% एक हेल्दी प्रॉफिट मार्जिन हम Q3 के नंबर्स में आते हैं. ഇപ്പൊ നമ്മള് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ മാനേജ്മെന്റ് ഗൈഡൻസ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന Q4 FY26 ഈ ഒരു ഫൈനാൻഷ്യലിലെ ഹയസ്റ്റ് ഗ്രോത്ത് ക്വാർട്ടർ ആയിരിക്കും എന്നാണ്. കൂടാതെ 2026 ഫൈനാൻഷ്യൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ 2027 ഫൈനാൻഷ്യലിൽ കൂടുതൽ ഗ്രോത്ത് നേടാനാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. 2024 ഫൈനാൻഷ്യലിൽ 329 കോടിയായിരുന്നു ബോറോയിങ്സ്. അത് സെപ്റ്റംബർ 2025 ആയപ്പോഴേക്കും 529 കോടിയായി. അപ്പൊ ഇവിടെ ഇത്രയധികം കൂടിയത് മെയിൻലി ഷോർട്ട് ടേം ബോറോയിങ്സ് അതിൽ ലീസ് ലയബിലിറ്റീസ് കാരണമാണ്. ഇനി നമുക്ക് ഇവിടെ ക്യാഷ് ഫ്ലോ പെർഫോമൻസ് നമുക്ക് നോക്കാം. 2024 അതിൽ 2025 ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആയിട്ട് നിന്നു. CFO 1002 കോടിയിൽ നിന്ന് 1390 കോടിയായിട്ട് കൂടി. ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 CFO 390 കോടിയിൽ എത്തി നിന്നു. അപ്പൊ ഇവിടെ റിസീവബിൾസ് എന്നുള്ള പ്രഷർ വിസിബിൾ ആയിരുന്നു. 2024 അതിൽ 2025 ഫൈനാൻഷ്യലിൽ CFO ബൈ പാറ്റ് റേഷ്യോ 1.7x ആയിരുന്നു. അപ്പൊ ഇത് ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2024 1.1x കുറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം ക്യാഷ് കൺവേർഷൻ ഈ ഒരു പീരീഡിൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്നാണ്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ Q3 FY26 പ്രകാരം കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്ലയൻസ് ആണ് ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 88% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അതേസമയത്ത് 2025 ഫൈനാൻഷ്യലില് ഗ്രൂപ്പിന്റെ ടോട്ടൽ റവന്യൂല് 10% കൂടുതൽ ഇൻഡിവിജ്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2 കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇപ്പൊ ഈ ഒരു ക്ലയൻസ് അവരുടെ ബഡ്ജറ്റ് ഇപ്പൊ കുറച്ചാല് അല്ലെങ്കിൽ അവരിപ്പോ അവരുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിയാൽ തന്നെ എന്താണ് അത് കമ്പനിയുടെ റവന്യൂവിനെ ഡയറക്റ്റ് ആയിട്ടൂടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് ഒലക്ട്ര ഗ്രീൻ ടെക് ആണ്. ഇപ്പൊ ഫെബ്രുവരി 2024 ഓൾ ടൈം ഹൈയിൽ സ്റ്റോക്ക് 54% ഇടിഞ്ഞു. അതിലിപ്പോ നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 4 വർഷത്തെ മുന്നത്തെ പ്രൈസ് ലെവലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ 2021 മുതൽ 2025 ഫൈനാൻഷ്യലില് കമ്പനിയുടെ സെയിൽസ് 6.4 ഇരട്ടി വളർന്നു. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 13.1x കൂടി. OPM 7% 15% എക്സ്പാൻഡ് ചെയ്തു. ഇത് എഫിഷ്യൻസി ഇംപ്രൂവ് ആവുന്നതാണ് കാണിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 17.4x കൂടി. അതൊരു നെറ്റ് മാർജിൻ 2.8% നിന്ന് 7.7% ഇംപ്രൂവ് ആയി. അപ്പൊ പ്രോഫിറ്റബിലിറ്റി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് തന്നെ വാല്യൂഷൻ ബേസിൽ ഒലക്ട്ര 58.5x PE അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിപ്പോ കോമ്പറ്റേറ്റേഴ്സ് അതിൽ മീഡിയനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ PG നമ്മൾ നോക്കുവാണെങ്കിൽ 1ന്റെ അടുത്താണ്. അപ്പൊ ഇത് സ്ട്രോങ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇവരുടെ ബിസിനസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒലക്ട്ര കോമ്പോസിറ്റ് പോളിമർ ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രിക് ബസ്സസ് അതുപോലെ ഇലക്ട്രിക് ട്രക്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രിക് ബസ് സെഗ്മെന്റിൽ കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 പൊസിഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അറൌണ്ട് 29% മാർക്കറ്റ് ഷെയറോടെ. ഒലക്ട്രയുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആണ്. ഇന്റർസിറ്റി അതുപോലെ ഇൻട്രാസിറ്റി ട്രാവൽ നീഡ്സ് സെർവ് ചെയ്തുകൊണ്ട് ഇപ്പൊ കമ്പനി 150 മുതൽ 350 കിലോമീറ്റർ റേഞ്ചുള്ള പല ബസ് മോഡൽസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ 2022 ഇൻഫ്രാസ്ട്രക്ചർ യൂസിന് വേണ്ടി 350 കിലോമീറ്റർ റേഞ്ചുള്ള ടിപ്പറും അവർ ലോഞ്ച് ചെയ്തു. Q3 FY26 വെഹിക്കിൾ ഡിവിഷൻ ഡോമിനേറ്റ് ആയത് തന്നെ നിന്നു. ഇപ്പൊ ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 86.5% കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. അതേസമയത്ത് ഇൻസുലേറ്റഡ് ഡിവിഷൻ 13.5% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവരുടെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയാൽ Q3 FY26 സ്ട്രോങ് വോളിയം കാരണം റവന്യൂയുടെ 29% വളർന്നു. PV ഡെലിവറീസ് ഇയർ ഓവർ ഇയർ 37% കൂടി 385 യൂണിറ്റ്സ് ആയി. അതേസമയത്ത് എക്സ്പോർട്ട് ഓർഡേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് ഇൻസുലേറ്റഡ് ഡിവിഷൻ ഏകദേശം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 90% ഇവിടെ വളർന്നു. എക്സ്പെൻസ് സെയിൽസിനേക്കാളും കൂടി മെയിൻലി മെറ്റീരിയൽ കോസ്റ്റ് കൂടിയതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 18% ഇവിടെ കൂടി. എന്ന മാർജിൻ 100 ബേസിസ് പോയിന്റോളം ഇവിടെ ഇടിഞ്ഞു. അപ്പൊ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കൂടിയതും അതിൽ പ്രൊഡക്റ്റ് മിക്സും മാർജിൻ ഇവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് 82% കൂടിയതും അതുപോലെ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 44% വരെ കൂടിയതുകൊണ്ടും നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. അതുപോലെ നെറ്റ് മാർജിൻ ഇവിടെ ഡിക്ലൈൻ നമ്മളിവിടെ കണ്ടു. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ മാനേജ്മെന്റ് 2026 ഫൈനാൻഷ്യലില് 1500 മുതൽ 2000 വെഹിക്കിൾസ് ഡെലിവറി ചെയ്യാനുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത 2 വർഷത്തിൽ R&Dയിൽ 300 മുതൽ 350 കോടി ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ട്സ് ഭാവിയിൽ ഗ്രോത്ത് ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ കപ്പാസിറ്റിനെ പറ്റി മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. Capacity, so we can do 2 shifts to achieve 5,000 right now. And once we achieve that capacity, which we expect around next year and FY28, then we will increase it to the 10,000 capacity which we have committed by FY28. അതുപോലെ ഇപ്പൊ മാർജിൻ പെർസ്പെക്റ്റീവില് മാനേജ്മെന്റ് വ്യൂ എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. The market is growing. There are multiple competition and players coming in. When we were in the 3 or 4 players in the market, we were getting about 12 to 14% margin. If we have to grow well and also numbers are going up, we'll have to look at rationalization. Auto industry is at around 10% margin. EV, which is a new industry, cannot be at higher margin for longer time. We are sure that we will create value at 10 to 12% margin and we'll get back to 12 and above, consistently looking at the product mix and where we are delivering and what type of tenders we are participating in. ഇപ്പൊ നമ്മളിപ്പം ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മാർച്ച് 2024 ടോട്ടൽ ബോറോയിങ്സ് 121 കോടിയായിരുന്നു. സെപ്റ്റംബർ 2025 ആയപ്പോഴേക്കും 366 കോടിയായിട്ട് കൂടി. അപ്പൊ ഇവിടെ ഇത്രയും അധികം കൂടാനുള്ള കാരണം ലോങ് ടേം മുതൽ ഷോർട്ട് ടേം ബോറോയിങ്സ് രണ്ടും കാരണമാണ്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ 2024 ഫൈനാൻഷ്യല് CFO 143 കോടിയിൽ എത്തിയിരുന്നു. അതിൽ 2025 ഫൈനാൻഷ്യല് 141 കോടി സ്റ്റേബിൾ ആയിട്ട് നിന്നു. എന്നാൽ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 CFO 30.97 കോടി നെഗറ്റീവ് ആയിട്ട് മാറി. ഇപ്പൊ മെയിൻലി ഹയർ ഇൻവെന്ററി ലെവൽസ് കാരണമാണ്. 2024 ഫൈനാൻഷ്യല് CFO ബൈ പാറ്റ് റേഷ്യോ 1.81x നിന്ന് 1.01x ഇടിഞ്ഞു. അതിൽ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഇത് ക്യാഷ് കൺവേർഷനിലെ പ്രഷറാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞ പോലെ ഇൻവെന്ററി ഇവിടെ ഒപ്റ്റിമൈസ് ചെയ്തു. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഏകദേശം 2 മാസത്തിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാർഗറ്റ്. ഇനി നമുക്ക് ഇവിടെ റിസ്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒലക്ട്രയുടെ ബിസിനസ് ഗ്രൂപ്പ് എൻറ്റിറ്റീസിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവിടെ കമ്പനി 26% അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവറിനേക്കാളും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ സൈസ് നല്ലപോലെ കൂടുതലാണ്. അപ്പൊ ചില കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 452%, 205% ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം റവന്യൂവിന്റെ വലിയൊരു പോർഷൻ അസോസിയേറ്റഡ് എൻറ്റിറ്റീസിനാണ് വരുന്നതെന്നാണ്.
സോ ഇവിടെ ഇത്രയും വലിയ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് റിസ്ക് ഒക്കെ ഇവിടെ കൊണ്ടുവരാം. സോ ഇൻവെസ്റ്റേഴ്സ് ഇത് ക്ലോസ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യണം. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി വരുന്ന ഇൻഫോഎഡ്ജ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതെ, സൊമാറ്റോയിൽ 12.4% സ്റ്റേക്ക് ഓൺ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണിത്. ഇവിടെ ജാനുവരി 2025 ഓൾ ടൈം ഹൈ നിന്ന് സ്റ്റോക്ക് ഏകദേശം 40% ഇവിടെ ഇടിഞ്ഞു. അതുപോലെ നിലവിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 5 വർഷത്തെ മുന്നത്തെ പ്രൈസ് ലെവലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2021 മുതൽ 2025 ഫൈനാൻഷ്യൽ ഇയർ വരെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് 2.5 ഇരട്ടി വളർന്നിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11.8 ഇരട്ടി കൂടി. OPM 7% 31% എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന മാർജിൻ സ്ട്രെങ്ത് തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റ് വോളറ്റൈൽ ആയിട്ട് നിന്നു, എന്നാൽ 2025 ഫൈനാൻഷ്യൽ അത് റിക്കവർ ആയി, മാർജിൻ 46% എത്തിക്കൊണ്ട്. അപ്പൊ ഇത് കാണിക്കുന്ന പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ആയതാണ്. അപ്പൊ ഇൻഫോഎഡ്ജ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, എഡ്യൂക്കേഷണൽ, മാച്ച് മേക്കിംഗ് സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു ലീഡിംഗ് കൺസ്യൂമർ ഇന്റർനെറ്റ് കമ്പനിയാണ്. 2025 പ്രകാരം ഇവർ മെയിൻ ബിസിനസിനൊപ്പം ഇൻഫോഎഡ്ജ് 110ലധികം സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് സൊമാറ്റോ, അതുപോലെ PB ഫിൻടെക്. റിക്രൂട്ട്മെന്റ് സെഗ്മെന്റിൽ നിന്നാണ് ഏറ്റവും അധികം റവന്യൂ ഇവർക്ക് വരുന്നത്. നൗകരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോബ് മാർക്കറ്റ് പ്ലേസ് ആണ്. Q3 FY26 പ്രകാരം 75%ലധികം ട്രാഫിക് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിൽ ഓൺലൈൻ പ്രോപ്പർട്ടി ക്ലാസിഫൈഡ് സ്പേസിൽ 99 ഏക്കേഴ്സ് ആണ് ഏറ്റവും വലിയ സ്ട്രോങ് പ്ലെയർ. ഈ അടുത്ത ക്വാർട്ടറിൽ, അതായത് Q3 FY26 ഓൺലൈൻ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്ന ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ ടൈമിൽ ഏകദേശം 50% 99 ഏക്കേഴ്സ് പ്ലാറ്റ്ഫോമിലാണ്. ഇനി നമ്മൾ ഇവരുടെ എഡ്യൂക്കേഷൻ വെർട്ടിക്കൽ നമ്മൾ നോക്കാം. ഇപ്പോൾ കോളേജ്, കോഴ്സ്, യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടുപിടിക്കാനും കമ്പയർ ചെയ്യാനും സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ശിക്ഷ. അപ്പൊ ഇവർക്ക് ഈ ഒരു സെഗ്മെന്റിൽ ലീഡിംഗ് പൊസിഷൻ ഉണ്ട്. അതുപോലെ മാച്ച് മേക്കിംഗ് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ജീവൻ സാഥി പാൻ ഇന്ത്യ ലെവലിൽ ടോപ്പ് 3 പ്ലാറ്റ്ഫോംസിൽ ഒന്നാണ്. പിന്നെ ഹിന്ദി സ്പീക്കിംഗ് മാർക്കറ്റിൽ Q3 FY26 വരെ ഏകദേശം 45% പ്രൊഫൈൽ ഷെയറോടെ ലീഡറാണ്. ഇനി നമ്മൾ റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ Q3 FY26 റിക്രൂട്ട്മെന്റ് സൊല്യൂഷൻസ് ആണ് ഏറ്റവും വലിയ റവന്യൂ കോൺട്രിബ്യൂട്ടർ ആയിട്ട് വന്നേക്കുന്നത്. ഏകദേശം 72% ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കിയാൽ Q3 FY26 റവന്യൂ ഇയർ ഓവർ ഇയർ 13% വളർന്നു. ഇത് മെയിൻ സെഗ്മെന്റ് വഴിയാണ് സംഭവിച്ചത്. റിക്രൂട്ട്മെന്റ് അതുപോലെ 99 ഏക്കേഴ്സ് രണ്ടും ഇയർ ഓവർ ഇയർ 14% ഗ്രോത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ്, അതായത് റീസെയിൽ ചെയ്യുന്ന വീടും റെന്റൽ പ്രോപ്പർട്ടീസിന്റെ ഡിമാൻഡ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് 41% ഇവിടെ കൂടി. ഇവിടെ എക്സ്പെൻസ് ഗ്രോത്ത് സെയിൽസ് ഗ്രോത്തിനേക്കാളും കൂടുതലായിരുന്നു. അപ്പൊ ഇത് മാർജിനിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 10.5% വളർന്നു. എന്നാൽ ഇവിടെ മാർജിൻ 100 ബേസിസ് പോയിന്റ് ഡിക്ലൈൻ ആയി. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് 10% ആയിട്ട് കൂടി, എന്നാൽ നെറ്റ് മാർജിൻ 118 ബേസിസ് പോയിന്റ് ആയിട്ട് ഡിക്ലൈൻ ആയി. ഇനി നമ്മളിവിടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ കമ്പനിയുടെ ബോറോയിങ്സ് മെയിൻലി ലീസ് ലയബിലിറ്റീസ് കാരണമാണ്. അപ്പൊ ബാലൻസ് ഷീറ്റ് ഒരു മെയിൻ പോർഷൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അത് സെപ്റ്റംബർ 2025 ആയപ്പോഴേക്കും 31,203 കോടിയിൽ നിന്ന് 54,424 കോടിയായിട്ട് കൂടി. ലിസ്റ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ കമ്പനി മീനിങ് സ്റ്റേക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ 21 അൺലിസ്റ്റഡ് എൻറ്റിറ്റീസിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. 654 കോടിയുടെ ടോട്ടൽ ക്യാരിങ് വാല്യൂടെ. ഇനി നമ്മൾ ഇവരുടെ ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഫൈനാൻഷ്യലിൽ കമ്പനി 702 കോടിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2025 ഫൈനാൻഷ്യലിൽ 876 കോടിയായിട്ട് കൂടി. ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2024 CFO 332.7 കോടി എത്തി. CFO to PAT റേഷ്യോ 2024 ഫൈനാൻഷ്യലിൽ 1.2x നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 0.7x ആയിട്ട് കുറഞ്ഞു. അതിൽ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2024 0.5x. അപ്പൊ ഇതിന്റെ അർത്ഥം ക്യാഷ് കൺവേർഷൻ ഏർണിംഗ്സ് വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി വീക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമ്മൾ ഇവരുടെ റിസ്ക് നോക്കുകയാണെങ്കിൽ കമ്പനി നിലവിൽ 55x P-ന്റെ അടുത്താണ് ട്രേഡ് ചെയ്തത്. അപ്പൊ ഇത് കോമ്പറ്റേറ്റേഴ്സ് മുതൽ ഇൻഡസ്ട്രി മീഡിയനേക്കാളും നല്ലപോലെ കൂടുതലാണ്. PG റേഷ്യോ നെഗറ്റീവ് ആണ്, കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. അതേസമയത്ത് കഴിഞ്ഞ കുറച്ച് വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് ഇവിടെ സ്ലോ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഗ്രോത്ത് ഇവിടെ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ വാല്യൂഷൻ ഇവിടെ പ്രഷറിലാവാം. ഇനി അടുത്തൊരു റിസ്ക് വരുന്ന സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പൊ കമ്പനിക്ക് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിൽ ഏകദേശം 1755 കോടിയുടെ എക്സ്പോഷർ ഉണ്ട്. അപ്പൊ ഇത് ഹൈ റിസ്ക് നേച്ചർ ആണ്. ഓൾറെഡി 725 കോടികളുടെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഏർണിംഗ് ഗ്രോത്ത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ഒരു കണ്ണ് ഇവിടെ എന്തായാലും വേണം. സോ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 3 സ്റ്റോക്സ്. അപ്പൊ ഈ ഒരു 3 സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് അതിൽ സെയിൽസിൽ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4-5 വർഷത്തെ മുന്നത്തെ പ്രൈസ് ലെവലാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 ബിസിനസ്സിൽ ഏതാണ് നിങ്ങൾക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? അത് നിങ്ങൾക്ക് കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.